നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പല ആണവ തലകളും എടുക്കാൻ കൈകോർത്തത് സിഐഎയും മൊസാദുമാണ്. റെയ്സിയുടെ കാര്യത്തിലും ഇരുകൂട്ടരും കൈകോർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസ് ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ മൊസാദ് ചാരന്മാർ ടെഹ്റാനിൽ പറന്നിറങ്ങിയിരുന്നു. ഇവരെ പിടികൂടാൻ ഇറാന്റെ മുക്കും മൂലയും ഇറാൻ സേന പരിശോധിച്ചിരുന്നു. എന്നാൽ ഒരുത്തരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇവർ റെയ്സിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നുവെന്നും മൊസാദിന് വിവരങ്ങൾ കൈമാറിയെന്നും ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വാർത്തകൾ വരുന്നു. ഇറാനും മൊസാദും തമ്മിൽ തീർത്താൽ തീരാത്ത പകയുണ്ട്. ജൂതരാഷ്ട്രത്തിനെതിരെ നിരന്തരം വെല്ലുവിളി നടത്തിയത് ഇബ്രാഹിം റെയ്സിയാണ്. ജൂതരാഷ്ട്രം പിളർത്തുമെന്ന് റെയ്സി വെല്ലുവിളിച്ചത് ഇസ്രയേലിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ്. ഇതുമാത്രമല്ല, മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പേരുകാരനാണ് ഇബ്രാഹിം റെയ്സി. ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിലെ മൊസാദിന്റെ ആസ്ഥാനം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തകർത്തെറിഞ്ഞിരുന്നു. ഈ പദ്ധതി റെയ്സിയുടേതായിരുന്നു. ആ രാത്രി റെയ്സി ഉറങ്ങാതെ കാവലിരുന്നു. റവല്യൂഷണറി ഗാർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുത്തു. മൊസാദിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ആ ആക്രമണം. റെയ്സി കുറിച്ചിട്ടോളൂ, തലയെടുക്കുമെന്ന് മൊസാദ് വെല്ലുവിളിച്ചത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നേരിട്ട് പോരിനും വാക്പോരിനും ഇറാൻ രംഗത്ത് വന്നിരുന്നു. ആ സമയത്താണ് ടെഹ്റാനിൽ മൊസാദിന്റെ ചാരന്മാർ പറന്നിറങ്ങിയതും. അതായത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇറാൻ നേരിട്ട് കളത്തിൽ വന്ന സമയത്ത് ഇരുകൂട്ടരും പരസ്പരം ആക്രമണം നടത്തി. ഇതിന് മറുപടി കൊടുക്കാൻ ഇറാന്റെ ആണവ നിലയങ്ങൾ തച്ചു തകർക്കാൻ മൊസാദ് പദ്ധതി മെനഞ്ഞത്. ആണവ നിലയങ്ങളും ആണവ ശാസ്ത്രജ്ഞരെയും മൊസാദ് നോട്ടമിട്ടു എന്നറിഞ്ഞ നിമിഷം തന്നെ ഇറാൻ അവരെ ഒളിപ്പിക്കാൻ പാഞ്ഞു നടക്കുകയായിരുന്നു. എല്ലാ കാലത്തും ഇറാന് തിരിച്ചടി കൊടുക്കാൻ മൊസാദിന്റെ തുറുപ്പ് ചീട്ട് ആണവ നിലയങ്ങൾ തകർക്കലാണ്. ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തി ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തകർത്തെറിയുകയാണ്. മൊഹസിൻ ഫക്രസാദെ ഉൾപ്പെടെ ഇറാന്റെ ആണവ തലകൾ പലതുമെടുത്തത് മൊസാദാണ്, അതും സിഐഎയുടെ സഹായത്തോടെ. റെയ്സി അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന വിവരം അധികം ആരും അറിഞ്ഞിരുന്നില്ല. അതായത് അത് രഹസ്യമാക്കിയാണ് വെച്ചിരുന്നത്. ഇസ്രയേലുമായുള്ള പോരിന് ശേഷം റെയ്സിയുടെ യാത്രകളും നീക്കങ്ങളുമെല്ലാം അതീവ രഹസ്യമാക്കിയാണ് വെച്ചിരുന്നത്. മൊസാദിനെ റെയ്സി ഭയപ്പെട്ടിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇറാൻ പാതാളത്തിൽ പോലും ഒളിപ്പിച്ച അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ പാതാളം പിളർന്നു ചെന്നും മൊസാദ് കൊലപ്പെടുത്തിയിട്ടുണ്ട്. മൊസാദിനോട് മുട്ടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് വലിയ മുൻകരുതൽ റെയ്സി സ്വീകരിച്ചിരുന്നു. എന്നിട്ടും റെയ്സിയുടെ ജീവൻ പോയി. പിന്നിൽ ആരെന്ന ചോദ്യം ശക്തമാകുമ്പോഴും മൊസാദ് തന്നെയെന്ന് ഇറാൻ തറപ്പിച്ചു പറയുന്നു. മൊസാദിനെ സഹായിച്ചത് അമേരിക്കയും സിഐഎയുമാണെന്ന ആരോപണവും ശക്തമാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയോടും വാക്പോരിലും നേരിട്ട് പോരിനും ഇറങ്ങിയിരുന്നു ഇറാൻ. സിറിയ, ലബനൻ മേഖലകളിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർത്തിരുന്നു. ഇതിനുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് അമേരിക്ക വെല്ലുവിളി നടത്തുകയും ചെയ്തിരുന്നു. ഫക്രിസാദയെ കൊലപ്പെടുത്തിയതുപോലെ അമേരിക്കൻ സഹായത്തോടെ മൊസാദ് റെയ്സിയെ തീർത്തുവെന്നാണ് വാദം മുറുകുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ, അതായത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുടെ നട്ടെല്ലായിരുന്നു മൊഹസിൻ ഫക്രിസാദെ. ആ കൈകളെടുത്തതോടെ ഇറാൻ തകർന്നു വീണിരുന്നു.